ഓണനാളുകളെ ഐശ്വര്യപൂർണ്ണമാക്കാൻ തൂബ ജ്വല്ലറി ഒരുക്കുന്നു മംഗല്യോണം. ഓഫറുകൾ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ മാത്രം. ഇന്നു തന്നെ നമ്മുടെ തൂബ ജ്വല്ലറി സന്ദർശിക്കൂ. ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് തിരൂർ പോലീസിന്റെ പിടിയിലായി. പടിഞ്ഞാറേക്കര അമ്പലപ്പടി അണ്ടിപ്പാട്ട് വീട്ടിൽ 37 വയസ്സുള്ള ഫൗസിയ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഭർത്താവ് 40 വയസ്സുള്ള ഹുസൈൻ അറസ്റ്റിലായത്. തിരൂർ പൂക്കയിൽ വെച്ച് ബസ് യാത്രയ്ക്കിടെ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബസ് തടഞ്ഞു നിർത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 1 മണിയോടെ കടൽ തീരത്ത് മീൻ അടിഞ്ഞിട്ടുണ്ട്, അത് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഹുസൈൻ ഫൗസിയയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത്. വ്യാഴാഴ്ച രാത്രിയായിട്ടും ഇരുവരും തിരിച്ചെത്താത്തതിനെ തുടർന്ന് മക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് തിരൂർ പുഴയിലെ പടിഞ്ഞാറേക്കര ജെട്ടി ലൈനിൽ ചാക്കൽ കെട്ടിയ നിലയിൽ ഫൗസിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. മീൻ പിടിക്കുന്ന വള്ളത്തിലെ തൊഴിലാളികൾ നങ്കൂരം വലിച്ചെടുക്കുമ്പോൾ കയറിൽ കുടുങ്ങിയ ചാക്ക് പരിശോധിച്ചപ്പോഴാണ് ക്രൂരമായ കൊലപാതക വിവരം പുറത്തറിയുന്നത്. സ്ഥിരമായി മദ്യത്തിനും ലഹരി മരുന്നിനും അടിമയായ ഹുസൈൻ വീട്ടിൽ പതിവായി വഴക്കുണ്ടാക്കാറുണ്ടെന്ന് പോലീസ് പറയുന്നു. ബുധനാഴ്ച വൈകിട്ടും ഫൗസിയയുമായി വഴക്കിട്ട് ഇയാൾ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു. തുടർന്നാണ് രാത്രിയിൽ തന്ത്രപൂർവ്വം വിളിച്ചിറക്കി കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. കഴുത്തിഞ്ഞെരിച്ചാണ് ഫൗസിയയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മക്കൾ ഷെബീബ്, ബിൻസി. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്. ഓണനാളുകളെ ഐശ്വര്യപൂർണ്ണമാക്കാൻ തൂബ ജ്വല്ലറി ഒരുക്കുന്നു മംഗല്യോണം. ഇനി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. പണിക്കൂലി വെറും 2.5% മുതൽ. ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ സ്വർണോത്സവത്തിന്റെ ഭാഗമായി 1ാം സമ്മാനമായി ബലേനോ കാർ സ്വന്തമാക്കൂ. നറുക്കെടുപ്പിലൂടെ മറ്റനവധി സമ്മാനങ്ങളും. ഓഫറുകൾ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ മാത്രം. ഇന്നു തന്നെ നമ്മുടെ തൂബ ജ്വല്ലറി സന്ദർശിക്കൂ.